എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കുക. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ പുത്രനും നിങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിത്തറയ്ക്കപ്പെട്ട് മരിച്ചടയ്ക്കപ്പെട്ട് പാതാളം നിറങ്ങി മരിച്ചവരുടെയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെ മരിച്ചവരെ വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. കരുണ്യവാനായ നമ്മുടെ തമ്പുരാനെ, എൻ്റെ മക്കള് ഇന്നേ ദിവസം ഒത്തിരി ദിവസങ്ങളുടെ ഒരുക്കങ്ങളുടെ ഭാഗമായിട്ട് അതിൻ്റെ പൂർത്തീകരണത്തിനായി സ്റ്റേജിലേക്ക് കടന്നു വരുമ്പോൾ കർത്താവേ, നിൻ്റെ അനുഗ്രഹമായി മാറാൻ ആ മക്കളെ നീ കനിഞ്ഞ് ആശീർവദിക്കണമേ. അവരുടെ എല്ലാ ഒരുക്കങ്ങളും വിജയത്തിലെത്തിക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ സഹായം അവർക്ക് നൽകണമേ. ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്തതൊന്നും ഈ മണിക്കൂറുകളിൽ സംഭവിക്കാതിരിക്കാൻ പരിശുദ്ധാത്മാവിനാൽ നീ എല്ലാം ക്രമപ്പെടുത്തണമേ. അമ്മേ മാതാവേ, വിശുദ്ധ ഔസേ പിതാവേ, ഞങ്ങളുടെ ഇടവകയുടെ സ്വർഗീയ മധ്യസ്ഥനായ സെബസ്ത്യാനോസേ, സകല വിശുദ്ധരെ കാവൽമാലാകമാരെ മുട്ടിപ്പായി ഈ മണിക്കൂറുകളിൽ എൻ്റെ മക്കൾക്ക് കർത്താവിൻ്റെ അനുഗ്രഹം ലഭിക്കാനായി മാധ്യസ്ഥ യാചിച്ച് പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇരിക്കുക. വിശ്വാസ പരിശീലന കുട്ടിക്കൂട്ടായ്മയുമായി ബന്ധപ്പെട്ട് വിശ്വാസ ഗ്രാജുവേഷൻ സെറമണിയുടെ ഭാഗമായിട്ടുള്ള കലാവിരുന്നിലേക്കാണ് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത്. 3 ഗ്രൂപ്പുകാരാണ് ഇവിടെ തങ്ങളുടെ പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ട് ഒരുങ്ങിയിട്ടുള്ളത്. 3 നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് എല്ലാവരും പാലിച്ചേക്കണം. വളരെ പ്രത്യേകം ഇവിടെ ഇത് ആസ്വദിക്കാനായിട്ടിരിക്കുന്നവർ നിശബ്ദത പാലിക്കാനായിട്ട് പരിശ്രമിക്കണം. അവരുടെ പെർഫോമൻസിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു തരത്തിലുള്ള പ്രവൃത്തിയും ഇതിനെ വീക്ഷിക്കുന്നവരുടെ ഭാഗത്തു നിന്നുണ്ടാകാതിരിക്കാൻ നല്ല മനസ്സ് കാണിക്കണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുകയാണ്. അതുപോലെ തന്നെ പങ്കെടുക്കുന്ന കുട്ടികൾ അവരെ നിശബ്ദത പാലിക്കാനും തങ്ങളുടെ പെർഫോമൻസ് ഏറ്റവും മനോഹരമാക്കാനായിട്ടുള്ള സഹകരണ മനോഭാവത്തോടു കൂടെ ആയിരിക്കണം അടിഭാഗത്താണെങ്കിലും അതുപോലെ സ്റ്റേജിൻ്റെ അരുവശത്താണെങ്കിലും നിൽക്കേണ്ടത്. എനിക്ക് വളരെ താഴ്മയോടെ 3ാമത് പറയാനായിട്ടുള്ളത്, ഇന്നത്തെ പരിപാടികൾക്ക് നേതൃത്വം നൽകുന്ന CLC അംഗങ്ങൾ ആരും തന്നെ ഈ കുട്ടിക്കൂട്ടായ്മയുടെ പ്രോഗ്രാം കഴിയുന്നത് വരെ ഈ സ്റ്റേജിൻ്റെ ഭാഗത്തേക്ക് പ്രവേശിക്കാൻ പാടുള്ളതല്ല. കാരണം നിങ്ങളങ്ങോട്ടും ഇങ്ങോട്ടും പ്രവേശിക്കുന്നത് വഴി അവരുടെ ഒരുക്കങ്ങളോ അവരുടെ സ്റ്റേജിലേക്കുള്ള ക്രമീകരണങ്ങൾക്ക് എന്തെങ്കിലും തടസ്സം സംഭവിച്ചാൽ അത് ആ ഗ്രൂപ്പ് പെർഫോമൻസിന് തന്നെ മുഴുവനായിട്ട് ബാധിക്കും. അത് മനസ്സിലാക്കിക്കൊണ്ട് തീർച്ചയായിട്ടും നല്ല രീതിയിൽ സഹകരിച്ച് പ്രവർത്തിക്കാൻ എല്ലാവരും മനസ്സ് കാണിക്കണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുകയാണ്. ഇന്ന് നമുക്ക് വേണ്ടി വിധി നിർണയത്തിനായിട്ട് വന്നിട്ടുള്ളത് 2 സഹോദരങ്ങളാണ്. അവർ ചെമ്പുകാവ് തിരുഹൃദയ ദേവാലയത്തിലെ സജീവ പ്രവർത്തകരാണ്. ജോഹൻ ചാണ്ടി, നോഹൻ പൊന്മാണി. 2 പേരും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെപ്പോലെ ഇതുപോലെ മുന്നുള്ള വർഷങ്ങളിൽ ഇതുപോലുള്ള കലാവിരുന്നുകളിലൊക്കെ പങ്കെടുക്കുകയും ഇന്ന് ആ വിശ്വാസ പരിശീലനമൊക്കെ പൂർത്തീകരിച്ച് തമ്പുരാനടുത്തുള്ള വലിയ ശുശ്രൂഷകളിൽ ഒഴുകിയിരിക്കുന്ന അവർ ഈ ദിവസം
ക്ഷണിച്ചപ്പോൾ വരാമെന്ന് സമ്മതിക്കുകയും ഇന്ന് നമ്മോടുകൂടെ വിധി നിർണയത്തിനായിരിക്കുകയും ചെയ്യുകയാണ്. രണ്ട് സഹോദരങ്ങളെയും നിറഞ്ഞ കയ്യടിയോടുകൂടെ നമ്മുടെ കൂട്ടായ്മയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. Judges, please stop. Group number 3 on stage. Your time start now. Team Jordan. Together we stand, together we grow. എന്നെ ശക്തനാക്കുന്നതിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും. ഫിലിപ്പി 4:13. ഇന്നും മാറ്റങ്ങളില്ലാതെ നിലനിൽക്കുന്നു. സ്ത്രീ തന്നെ ധനം എന്ന ഘോരപരം പ്രസംഗിക്കുന്നവർക്കിടയിൽ തന്നെ സ്ത്രീയെ ധനത്താൽ ചൂഷണം ചെയ്യുന്നു. സുന്ദര ജീവിതം സ്വപ്നം കണ്ട് ഒരു പുതുജീവിതത്തിലേക്ക് കടന്ന് ഒരു മൊഴി കയറി ഒരു വിശപ്പലും ജീവിതവും സ്വപ്നങ്ങളും അവസാനിപ്പിച്ച ഇനിയും ഇരുട്ടിൽ നിന്ന ജീവിതത്തിൽ നിന്ന് പുറത്തു കടക്കാനോ മരണത്തിലേക്ക് കടക്കാനോ കഴിയാതെ ഇന്നും സമ്മർദ്ദങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന സ്ത്രീ ജീവിതങ്ങൾക്കായി അവരെ പ്രതിനിധീകരിച്ച് ഞങ്ങൾ അവതരിപ്പിക്കുന്ന കാലം. ആ മോളെ, ഇന്നലെ പള്ളിയിൽ കണ്ടില്ലല്ലോ. ആ ആന്റി, ഇന്നലെ തീരെ വയ്യായിരുന്നു. അതൊക്കെ പോട്ടെ, ഞാൻ നമ്മുടെ അനുവിന്റെ കാര്യം പറയാനായിരുന്നു. ഒരു നല്ല പയ്യനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്. അനുവിന് വേണ്ടി ആലോചിച്ചാലോ എന്ന് പറയാൻ വരായിരുന്നു. ഫോട്ടോ ഞാൻ ഫോണിലേക്ക് അയക്കാട്ടോ. എന്തെങ്ങനെ ആവട്ടെ, നല്ല ആലോചനയാണെങ്കിൽ നമുക്ക് അതിനോട് സംസാരിച്ചു നോക്കാം. ശരി ആന്റി, ഞാൻ പോട്ടെ, ഇത്തിരി നിൽക്കുന്നു. ആ ശരി മോളെ. ബാബിയെ ഒന്നുകൂടെ വന്നേ. എന്തോന്നാ മനുഷ്യ, നേരം വെട്ടോ നിങ്ങൾക്ക്? നീ ഇങ്ങോട്ടേക്കൊന്ന് വന്നേ, എന്നിട്ട് ഇതൊന്ന് നോക്ക്. ഓ, രാവിലെ തന്നെ ഈ അടക്കപ്പെട്ടി പിടിച്ച് ഇരിപ്പാണോ നിങ്ങൾക്ക് ഇവിടെ ഇരുന്ന് വെറുതെ വിളിച്ചോണ്ടിരുന്നാൽ മതി. പക്ഷെ എനിക്ക് അങ്ങനെയല്ല, അടുക്കളയിൽ ഒരു 100 കൂട്ടം പണിയുണ്ട്. നീ ഇങ്ങനെ നോൺ സ്റ്റോപ്പായി സംസാരിക്കാതെ ഇതൊന്ന് നോക്ക്. എന്തുട്ടാ ഇത്? ഈ ചെക്കൻ എടി, ഇത് നമ്മുടെ ലച്ച് വായിച്ചതാ. നമ്മുടെ മോൾക്ക് വേണ്ടിയിട്ടാ. നല്ല ചെക്കനാണ് അത്ര.
കാണാനൊന്നും കുഴപ്പമില്ല. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മോളോട് പറയാം. പറഞ്ഞ പോലെ മോളെവിടെ? ഇന്ന് ഇങ്ങോട്ടൊന്നും കണ്ടില്ലല്ലോ. ഉറക്കൊക്കെ കഴിഞ്ഞ മോളെ? അച്ഛാ, കുറെ ദിവസത്തെ ക്ഷീണം ഉണ്ടായിരുന്നു. എന്താ രാവിലെ തന്നെ അച്ഛനും അമ്മയും ചർച്ച? നിന്നെ പിടിച്ച് കെട്ടിച്ചാലോ എന്ന് ആലോചിക്കായിരുന്നു. ഒന്ന് പോവമ്മേ, തമാശ പറയാതെ. എന്താ അച്ഛൻ നിങ്ങൾ സംസാരിച്ചേ? നിന്നെ അമ്മ തമാശയല്ലേ പറഞ്ഞത്. നല്ലൊരു ആലോചന വന്നിട്ടുണ്ട്, അതൊന്നും ആലോചിച്ചാലോ? എന്താ മോളെ അഭിപ്രായം? എന്താ അച്ഛാ ഇപ്പൊ കല്യാണാലോചന എന്നൊക്കെ പറയുന്നേ? എനിക്ക് ഒരു ജോലിയൊക്കെ കിട്ടട്ടെ. മോളെ, അറിയാം മോൾക്ക് പഠിക്കാൻ ആഗ്രഹം അറിയാം. പക്ഷേ ഞങ്ങൾക്ക് ആകെയുള്ള ഒരു മോളല്ലേ നീ. ഞങ്ങൾക്ക് ആവുള്ള കാലത്ത് നിന്നെ നല്ലൊരു എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചാൽ ഞങ്ങൾക്ക് അത്രയും സമാധാനം എന്ന് കരുതാലോ. ഇതാണ് ലച്ചുകൊണ്ടുള്ള ആലോചനയാണ്. നല്ല ചെക്കനും കുടുംബാന്നാ കേട്ടെ. അവൾക്ക് താല്പര്യം വേണ്ട ചേട്ടാ. അച്ഛൻ അവരോട് വരാൻ പറഞ്ഞോളൂ. എനിക്ക് ജോലി കിട്ടിയിട്ട് മതിയെന്നായിരുന്നു. ഇനിയിപ്പോ അച്ഛൻ ഇഷ്ടം ചെയ്തു. ഇല്ല മോളെ, മോളുടെ നല്ലതിനല്ലേ. എന്നാ പിന്നെ ലച്ചിനെ വിളിച്ച് പറയാല്ലേ? ആ, എന്നാ അങ്ങനെ ചെയ്യും. എടിയേ, ദേ അവരെത്തി. വരൂ, കയറിയിരിക്കൂ. വഴി കാണാതാണെങ്കിൽ ബുദ്ധിമുട്ടില്ലല്ലോ. ഏയ് ഇല്ലില്ല, അഡ്രസ്സ് വന്നപ്പോഴത്തേക്കും കറക്റ്റായി സ്ഥലം പറഞ്ഞു. ഇതെന്റെ ഭാര്യ ഭവ്യ. കുറച്ചു കാലം ഇവിടെ അടുത്തുള്ള സ്കൂൾ ടീച്ചറായിരുന്നു. പിന്നെ മോളൊക്കെ ആയപ്പോ മാനേജ് ചെയ്യാൻ കുറച്ച് പാടായി, അതുകൊണ്ട് നിർത്തി. ആ, ഈ കാലത്ത് ഒരു ജോലിയൊക്കെ ഉള്ളത് നല്ലതാ. തൊട്ടയം പിടിച്ചത് എന്താ വില? അത് ശരിയാ. അല്ല, മോനൊന്നും പറഞ്ഞില്ലല്ലോ. ഓ, അവൻ അങ്ങനെയാ. പെട്ടെന്ന് അങ്ങോട്ട് ആരോടും സംസാരിക്കൊന്നുമില്ല. പരിചയമായി കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് ശരിയായിക്കോളും. എന്നാ പിന്നെ മോളെ വിളിക്കല്ലേ? ഭവ്യ, നീ മോളെ വിളിച്ചേ. അല്ല, മോളിപ്പോ എന്താ ചെയ്യുന്നേ? ആ, ഞാൻ PSC എഴുതിയിട്ട് റിസൾട്ട് കാത്തിരിക്കേ. ഓ, പഠിക്കുന്നതൊക്കെ നല്ല തന്നെയാ. മോൾക്കേ ടെൻഷനാ. കല്യാണം കഴിഞ്ഞ് പഠിക്കാൻ പറ്റിയില്ലെങ്കിലോ? അതുകൊണ്ട് നമുക്കിപ്പോ ഉറപ്പിച്ചിട്ട് മോൾക്ക് ജോലി കിട്ടിയിട്ട് നോക്കിയാൽ മതിയില്ലേ? ഏയ് അത് പറ്റില്ല. അവൻ അടുത്ത മാസം UK പോയിരിക്കുക. ഓ, അങ്ങനെയാണല്ലേ. നോക്കാം. അല്ല, മോനെന്താ പഠിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞേ? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ഏയ് അവനടുത്ത വലിയ എഞ്ചിനീയറാ. ഓ, എന്നാ പിന്നെ കുട്ടികളോട് സംസാരിക്കട്ടെ. ഏയ് എനിക്ക് സംസാരിക്കാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല. അല്ല, എനിക്ക് സംസാരിക്കാനുണ്ട്. അല്ല, അവന് സംസാരിക്കട്ടെ, അതല്ലേ. അങ്ങനെ സംസാരിക്കാം. അനുന്നല്ലേ പേര്? എനിക്ക് പിന്നെ പഠനത്തിനോട് എതിർപ്പില്ല കേട്ടോ. പഠിക്കുന്നത് ജോലി ചെയ്യുന്നതന്നെ എനിക്കും ഇഷ്ടം. ഓ, സമാധാനായി. വിജയ് എന്താ ചെയ്യുന്നേ? ഞാനിപ്പോ നാട്ടിലെ കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. പക്ഷെ ഒരു മാസം കഴിഞ്ഞ് ഞാൻ UK പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. എഞ്ചിനീയർ ആണല്ലേ? ഞാൻ എഞ്ചിനീയറിംഗ് ആണ്. അല്ല, നീ ഏതോ എക്സാം എഴുതിയിരിക്കാന്നാണല്ലോ കേട്ടെ? ഞാൻ PSC ടെസ്റ്റ് എഴുതിയിട്ടുണ്ട്. എനിക്ക് ഗവൺമെന്റ് ജോബാണ് താല്പര്യം. ഓ, ഗവൺമെന്റ് ജോബല്ലേ? അതെ വിജയ്, എനിക്ക് പിന്നെ ജോലി കിട്ടിയിട്ട് കല്യാണം മതിയെന്നായിരുന്നു. പക്ഷെ അച്ഛൻ നിർബന്ധിച്ചപ്പോൾ പിന്നെ ഞാൻ എതിരൊന്നും പറഞ്ഞില്ല. ഞാൻ ഒട്ടും പ്രിപ്പയർഡ് അല്ല. ഓ, ഞാൻ പ്രിപ്പയർഡ് ഒന്നല്ല. എൻ്റെ ഫസ്റ്റ് ടൈം ആണിത്. നമുക്കെന്നാ അപ്പുറത്തോട്ട് പോയാലോ? ശരി. Dum dum
കുട്ടിക്ക് സ്വർണ്ണത്തോട് വലിയ താല്പര്യമൊന്നുമില്ലെന്ന് തോന്നുന്നു. ഒന്നും കാണാനൊന്നുമില്ലല്ലോ. ആ, നമ്മുടെ തറവാട്ടിൽ ഇങ്ങനെയൊന്നല്ല. എന്തായാലും കയ്യിലും കഴുത്തിൽ എന്തെങ്കിലും ഒന്നും ഇല്ലാണ്ടിരിക്കില്ല. ഇതിപ്പോ ഒന്നുമില്ല എന്ന് പറയുമ്പോ
എന്തൊക്കെയുണ്ട് വിശേഷം? ആ സുഖം തന്നെ. നീ ഇരിക്കട്ടോ, ഞാൻ ചായ എടുത്തിട്ട് വരാം. പിന്നെ അനു, ഞാൻ വന്നതേ എനിക്ക് കാശിന് കുറച്ച് ആവശ്യമുണ്ടായിരുന്നു. എനിക്കറിയാമല്ലോ ഹസ്ബൻഡിൻ്റെ ട്രീറ്റ്മെൻറ്റിന് അത്യാവശ്യം ചിലവായി. നിനക്ക് എന്തെങ്കിലും സഹായിക്കാൻ പറ്റുമോ? എടി, അത് ഞാൻ ചേട്ടനോടൊന്ന് ചോദിച്ചിട്ട് പറയാം കേട്ടോ. നീ ഇരിക്കട്ടോ. ചേട്ടാ, അതെ എൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ട്. അവൾക്ക് കുറച്ച് കാശിന് അത്യാവശ്യം ഉണ്ടായിരുന്നു. ചേട്ടാ, നമ്മളവരെ ഹെൽപ്പ് ചെയ്യണ്ടേ? അവളുടെ ഭർത്താവിൻ്റെ ട്രീറ്റ്മെന്റിന്റെ കുറെ ചിലവായി. അതാണ്. ചേട്ടാ, ഇപ്പൊ ഇതിനെ അതിനെക്കുറിച്ച് പറയണേ? മിനി, അത് ഇല്ലേ, കുഴപ്പമില്ല, ഞാൻ പോകാം. ഋഷി, ഞാൻ ഇന്റർവ്യൂ പാസ്സായി. നാളെ തന്നെ ജോയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് നാളെ കൂടെ വരുമോ? എനിക്കൊന്നും വരാൻ പറ്റില്ല. ഇതിന്റെ പാടുപോയി പോയി. എന്താ ഇങ്ങനെ പറയുന്നേ? പിന്നെ എങ്ങനെ പറയണം? എനിക്ക് എന്റെ കസിൻസിലൂടെ പോകാതെ നാളെ. വെറുതെ കണ്ണു പിടിച്ച് വെറുക്കാനല്ലേ? വേണ്ട, നിങ്ങൾ പോകണ്ട. പറ്റില്ലെന്നല്ല ഞാൻ കൊണ്ട് പറഞ്ഞത്. നീ പറഞ്ഞ ആൾക്കാർ ഞാൻ ആയിട്ടില്ല. ഞാൻ പറയും, നീ കേൾക്കും. കല്യാണത്തിന് മുന്നേ ജോലിക്കൊന്നും എതിരായിരുന്നില്ലല്ലോ. ഇപ്പൊ എന്താ ഇങ്ങനെ പറയുന്നത്? നിങ്ങളോ കള്ളു കുടിച്ച് ഉള്ളതെല്ലാം മുടിച്ചു. ഇനി ഞാനും കൂടി ജോലിക്ക് പോയുള്ള അവസ്ഥ പെരുവഴിയിലാവും. നിങ്ങൾ പോയി ശരിയാവില്ല. ഞാൻ എന്റെ വീട്ടുകാരെ വിളിക്കാൻ പോകും. നീ ആരെയും വിളിക്കില്ല. വിളിച്ചാൽ ഞാൻ കുന്നുകളെ മിണ്ടാതെ ഞാൻ പറഞ്ഞ് കേട്ട് ജീവിക്കാം. ആദ്യം നിന്റെ അച്ഛനോട് കുറച്ച് കാശ് അയക്കണം എന്നോട്. ബാക്കി പിന്നെ നോക്കാം. എന്ത് സ്ത്രീകളായിട്ട് കുറെ വാങ്ങിയിട്ട് ഇപ്പൊ ഹലോ അച്ഛ, എനിക്ക് ഇനി ഇയാൾ കൊടുത്തിട്ടില്ലേ? ഇയാൾ കള്ളു കുടിച്ച് എല്ലാം നശിപ്പിച്ചു വെച്ച. ആകെ കൂടി എനിക്ക് കിട്ടിയ ജോലി പോലും വേണ്ടെന്ന് ഇയാൾ പറയുന്നു. ഞാൻ എന്ത് ചെയ്യും? എനിക്ക് പറ്റില്ല. മോളെ, ഇതൊക്കെ ഒരു പ്രശ്നമാണ്. ഇതൊക്കെ ഒരു കുടുംബജീവിതത്തിന്റെ ഭാഗമാണ്. നീ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ നോക്കൂ. മോളെ, കല്യാണം കഴിഞ്ഞിട്ട് കുറച്ചിലായിട്ടുള്ളൂ. നീ ഇപ്പൊ തന്നെ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? നാട്ടുകാരെന്താ പറയാ? നിനക്കറിയാവുന്ന കാര്യങ്ങളല്ലേ. എന്താ ഇത്? എന്റെ അവസ്ഥ ആരും മനസ്സിലാകാത്ത. എനിക്കിവിടെ പറ്റുന്നില്ല. അനു, എത്ര നാളായി കണ്ടിട്ട്. കല്യാണത്തിന് വരാൻ പറ്റിയില്ല കേട്ടാ. എന്തൊക്കെയുണ്ട് നിന്റെ വിശേഷങ്ങള്? ഹസ്ബൻഡൊക്കെ എന്ത് പറയുന്നു? എനിക്ക് ഈ ജീവിതം അടുത്തു പോയി. ഇയാൾ വെറും ഒരു പണക്കൊതിയന, ഒരു അടിമയെ പോലെ എന്നെ ഇവിടെ കാണുന്നത്. ഇയാൾ എന്നെ എത്രയും ഉപദ്രവിക്കുന്നറിയോ? ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഇത് സഹിക്കുന്നതിലും ഭേദം ജീവൻ കൊടുക്കുന്നതാ. എന്തൊക്കെയാണോ നീ പറയണേ? ആത്മഹത്യയോ? ആത്മഹത്യ ചെയ്യാൻ ആലോചിച്ച് ഈ ധൈര്യം മാത്രം മതി നിങ്ങൾക്ക് മുന്നോട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട്. വീട്ടുകാർ പറയുന്നത് അവർ അവരുടെ ഭാഗത്തു നിന്ന് മാത്രം ചിന്തിച്ചിട്ടാണ്. ഇനി മുന്നോട്ടുള്ള ജീവിതം നയിക്കേണ്ടത് അവരല്ല, നീയാണ്. നീ ആരുടെ അടിമയല്ല. എല്ലാം സഹിച്ചയുടെ കടിച്ചു തൂങ്ങി വെക്കേണ്ട ഒരു ആവശ്യവും നിനക്കില്ല. നീ ഇപ്പം എന്ത് തീരുമാനിക്കുന്നു അതായിരിക്കും നിന്റെ മുന്നോട്ടുള്ള ജീവിതം. അതുകൊണ്ട് നിന്റെ സന്തോഷം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിലേക്ക് എത്താനുള്ള ഒരു തീരുമാനം നീ എടുക്കണം. മേഡം, ഇത് നീയോ?
80 സ്ത്രീധന മരണങ്ങൾ. 15 വർഷത്തിനിടെ 247 ജീവനങ്ങളാണ് ഇങ്ങനെ കൊടുക്കുന്നത്. വേണ്ട അംഗീകാരമോ അവകാശമോ ലഭിക്കാതെ സ്വജീവിതം എടുത്ത് അത് അവസാനിപ്പിക്കാൻ ഒരുങ്ങുന്ന അവരുടെ മാനസികാവസ്ഥ നാം ചിന്തിക്കാം. ബൈബിളിൽ സ്ത്രീ പുരുഷന് വിധേയപ്പെട്ട് ജീവിക്കണമെന്ന് പരാമർശിക്കുന്നു. എന്നാൽ അടിമകളായിട്ടല്ല. വിധേയപ്പെട്ട് ജീവിക്കുമ്പോഴും അവർക്ക് അർഹതപ്പെട്ട അംഗീകാരവും അവകാശവും ഒരു താലിയിലൂടെ മൂടിവെക്കാൻ ആർക്കും അധികാരമില്ല. മാതാപിതാക്കൾ തന്റെ മക്കൾ വിഷമങ്ങൾ പങ്കുവെക്കുമ്പോൾ ഇനിയൊരു വിസ്മയവും ഉത്രയോ തുഷാരയോ ഉണ്ടാകരുത് എന്ന് ഓർക്കണം. സ്ത്രീയാണ് ധനം.